പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബ് 1:13-15 വരെ. പരീക്ഷ എന്ന പദത്തിന് ടെംപ്റ്റേഷൻ അഥവാ ടെസ്റ്റ്, ട്രയൽ എന്നൊക്കെ പറയുന്നു. യാക്കോബ് പറയുന്നത് മോഹത്തിൽ നിന്നാണ് പരീക്ഷ ഉണ്ടാകുന്നതെന്നാണ്. കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരീക്ഷയുണ്ട്. വിശ്വാസിക്ക് പരീക്ഷയുണ്ട്. വിശ്വാസിയായ അബ്രഹാമിന് പരീക്ഷ ഉണ്ടായിരുന്നു. സാത്താൻ ഒരുക്കുന്ന ചില കെണികളുണ്ട്. നമ്മുടെ യേശു പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നാണ്. ഒരുവൻ്റെ ആത്മാവിൻ്റെ രോഗാവസ്ഥയാണ് ദുർമോഹങ്ങൾ. ഈ മോഹങ്ങളെ മരിപ്പിക്കണം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:5-6 വചനങ്ങൾ. നാം സകല മോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:3-5 വരെയുള്ള വചനങ്ങൾ. ലോകപ്രകാരമുള്ള മോഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. സാത്താൻ ഒരു ചൂണ്ടക്കാരനാണ്. ഒരു ചൂണ്ടക്കാരൻ മീനിനെ പിടിക്കുവാൻ അതിനിഷ്ടമുള്ള ഇരയെ ചൂണ്ടയിൽ തൂക്കിയിടും. അതിനെ ഭക്ഷിക്കുവാൻ വരുന്ന മീൻ അറിയുന്നില്ല അത് ഒരു മരണക്കെണി ആയിരുന്നു എന്ന്. ഇതുപോലെ സാത്താൻ ഒരു വ്യക്തിയുടെ മുൻപിൽ പല ദുർമോഹം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളെ ഒരുക്കി വയ്ക്കും. എന്നാൽ അത് മനസ്സിലാക്കാതെ അനേകർക്ക് ആ ചൂണ്ട മരണക്കെണിയായി മാറുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൽ അങ്കുരിച്ച മോഹം ബത്സേബ എന്ന സ്ത്രീയുമായി വ്യഭിചാരം ചെയ്യുന്നതിനും കൊലപാതകത്തിനും കളമൊരുക്കി. പാപത്തിന് ശമ്പളമുണ്ട്. ആ ശമ്പളം മരണമാണ്. നാഥാൻ കടന്നു വന്ന് ദാവീദിനോട് പറഞ്ഞു, നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. 2 ശമൂവേൽ 12:10. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനിൽ പാപം അങ്കുരിച്ചത് മോഹത്തിൽ നിന്നുമാണ്. അനേകം സ്ത്രീകൾ അവനെ വശീകരിച്ചു. ശിംശോനും വീണുപോയത് ഈ മോഹത്താലാണ്. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. യെഹെസ്കേൽ 18:24. നമുക്ക് പോരാട്ടമുണ്ട്. സകല മോഹങ്ങളും അശുദ്ധിയും സാത്താൻ നമ്മിൽ കുത്തി നിറച്ച് നമ്മോട് എന്നും പോരാടുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ശരീരത്തിലെ അവയവങ്ങളിൽ ഉണ്ട് എന്ന്. അത് അവയവങ്ങളിലുള്ള പാപപ്രമാണങ്ങളാണെന്ന്. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും?
റോമാലേഖനം 7:23-24 വചനങ്ങൾ. ജീവിതത്തിൽ പരീക്ഷകൾ ജയിക്കണമെങ്കിൽ പരീക്ഷകൾ ജയിച്ച യേശുവിനെ നോക്കണം. ദുർമോഹങ്ങളെ ജയിക്കണമെങ്കിൽ കർത്താവിൻ്റെ സർവായുധ കയ്യിലേന്തി വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും പോരാടണം. പരീക്ഷകൾ ജയിക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് യേശു പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 26:41. നമ്മുടെ ജഡം ബലഹീനമാണെന്ന് കർത്താവ് പറഞ്ഞു. യേശു പല സന്ദർഭങ്ങളിലും പിതാവുമായി സംസർഗം ചെയ്ത് ശക്തി പ്രാപിച്ചു. നമ്മിൽ ഉള്ള ആത്മാവിനെ പ്രാർത്ഥനയാലും സ്തുതികളാലും ശക്തിപ്പെടുത്താം. ദൈവത്തോട് അടുത്തു വന്നാൽ സാത്താൻ അകന്നു പോകും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനാവാചകം നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com